ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഡിയംസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വൊക്കാബുലറി ചാലഞ്ചിൻ്റെ മോക്ക് ടെസ്റ്റ്. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള 5 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള 5 വീഡിയോസിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസിലെ ആദ്യത്തെ ഇഡിയമാണ് കേട്ടോ, ടു എൻഡ് ഇൻ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടു എൻഡ് ഇൻ സ്മോക്ക്. ടു കം ടു നത്തിങ്. എന്താണ് ടു കം ടു നത്തിങ്? അതായത് നല്ല റിസൾട്ട് കിട്ടാത്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ടു എൻഡ് ഇൻ സ്മോക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെ ആലോചിക്കുക? എൻഡ് ഇൻ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പുകയായി എന്നൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്തോടെ, അല്ല എല്ലാം പുകയായി, ഒന്നും കിട്ടിയില്ല, നല്ല റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ടു എൻഡ് ഇൻ സ്മോക്ക് ഇറ്റ് മീൻസ് ടു കം ടു നത്തിങ്. അടുത്ത് നോക്കാം, ഔട്ട് ആൻഡ് ഔട്ട്. ഔട്ട് ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ തറോലിയാണ്, അതായത് തറോ ആയിട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഔട്ട് ആൻഡ് ഔട്ട്. എങ്ങനെ ആലോചിക്കുക? നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് പുറത്ത് പോയെന്ന് വിചാരിച്ചോ, ഒരു പ്രാവശ്യം ഒന്ന് ഔട്ട് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ വഴി ഓർമ്മ കിട്ടണം എന്നില്ല അല്ലേ. അന്നേരം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഔട്ട് പോയെന്ന് ആലോചിക്കുക, അതായത് ഔട്ട് ആൻഡ് ഔട്ട് കേട്ടോ, അങ്ങനെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ആ വഴി തറോ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ, ഔട്ട് ആൻഡ് ഔട്ട്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഔട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം തറോ ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ. അടുത്ത് നോക്കാം, ത്രൂ ഹിസ് ഹാറ്റ്. ത്രൂ ഹിസ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് നോൺസെൻസ് ആണ്, വിവരമില്ലായ്മ അല്ലെങ്കിൽ വിവരക്കേട് പറയുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ത്രൂ ഹിസ് ഹാറ്റ്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ത്രൂ ഹിസ് ഹെഡ്, അല്ലെങ്കിൽ നമ്മുടെ ഹെഡിൽ കൂടെ അല്ലെങ്കിൽ ബ്രെയിനിൽ കൂടെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ത്രൂ ഹിസ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡും ബ്രെയിനും ഒന്നും അല്ല, അതായത് ഹാറ്റാണ്. ഹാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിനൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുക അല്ലേ, നമ്മുടെ ബുദ്ധിനെയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന ഒന്നാണെന്ന് ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺസെൻസ് ആയിരിക്കും സംസാരിക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ ത്രൂ ഹിസ് ഹാറ്റ് ഇറ്റ് മീൻസ് ടോക്കിംഗ് നോൺസെൻസ്. അടുത്ത് നോക്കാം, ഗോ ഓഫ് അറ്റ് എ ടാൻജൻറ്റ്. ഗോ ഓഫ് അറ്റ് എ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദി സബ്ജക്റ്റ് ഇമ്മീഡിയറ്റ്ലി, അതായത് സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിക്കുക അല്ലെങ്കിൽ സബ്ജക്റ്റ് പെട്ടെന്ന് മാറുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗോ ഓഫ് അറ്റ് എ ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിനെ എക്സാക്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സർക്കിളിൽ പോകുന്നതിന് പകരം അതിൽ നിന്ന് വ്യതിചലിച്ച് ആ ഒരു ടാൻജൻറ്റിൽ കൂടെ പോയി, അതായത് അതിൻ്റെ ശരിക്കുള്ള പാതയിൽ നിന്ന് വ്യതിചലിച്ച് ആ ഒരു ടാൻജൻറ്റ്, ആ ഒരു ലൈൻ വഴി പോയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ ഗോ ഓഫ് അറ്റ് എ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മാറ്ററിൽ നിന്ന് വ്യതിചലിച്ച് പോവുക, ചേഞ്ച് ദി സബ്ജക്റ്റ് ഇമ്മീഡിയറ്റ്ലി കേട്ടോ. അടുത്ത് നോക്കാം, ഫോർ എ സോങ്. ഫോർ എ സോങ് എന്ന് പറഞ്ഞാൽ ചീപ്ലി കേട്ടോ, ഒരു പാട്ടിന് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ കോസ്റ്റ് ഒന്നും അല്ലല്ലോ, കുറച്ച് ചീപ്പാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ ഫോർ എ സോങ്, ജസ്റ്റ് ഒരു സോങ് ആണ്, അത് ഭയങ്കര ചീപ്പാണെന്ന് ആലോചിക്കുക. ഫോർ എ സോങ് ഇറ്റ് മീൻസ് ചീപ്ലി. അപ്പോൾ നമ്മൾ പഠിച്ചുള്ള 5 ഞാൻ വേഗം പറയുകയാണ്. ടു എൻഡ് ഇൻ സ്മോക്ക്, എല്ലാം പുകയെന്ന് ആലോചിക്കുക അല്ലേ, അതായത് ഫെയിലിയർ ആയി എന്നുള്ള രീതിയിൽ കേട്ടോ. ടു കം ടു നത്തിങ്. അടുത്തത് ഔട്ട് ആൻഡ് ഔട്ട്, ഒരു പ്രാവശ്യം ഔട്ട് പിന്നെയും ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തറോ ആയി അല്ലേ. പിന്നെ ത്രൂ ഹിസ് ഹാറ്റ്, ഹാറ്റ് വഴിയാണ് എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് നോൺസെൻസ്, ബ്രെയിനൊന്നും അല്ലല്ലോ, ഹാറ്റ് അല്ലേ, അപ്പോൾ ടോക്കിംഗ് നോൺസെൻസ്. ഗോ ഓഫ് അറ്റ് എ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ച് പോവുക അല്ലേ, സർക്കിളിൽ കൂടെ അല്ല, ടാൻജൻറ്റ് വഴിയാണ് പോയത്, അപ്പോൾ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ച് പോയി. ഫോർ എ സോങ്, ജസ്റ്റ് ഒരു സോങ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചീപ്പാണെന്ന് ആലോചിക്കുക, ചീപ്ലിയാണ്. ഓക്കെ, അടുത്ത് നോക്കാം, ലൈക്ക് എ ഫിഷ് ഔട്ട്. ലൈക്ക് എ ഫിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അൺകംഫർട്ടബിൾ ആണ്, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത അല്ലേ. ഒരു ഫിഷിനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല, അതാണ് അൺകംഫർട്ടബിൾ. അടുത്തത് പേ ലിപ്പ് സർവീസ് ആണ്. പേ ലിപ്പ് സർവീസ് എന്ന് പറഞ്ഞാൽ സേ യു സപ്പോർട്ട് സംതിങ് വിത്തൗട്ട് ഷോയിങ് സപ്പോർട്ട്, അതായത് നമ്മൾ പറയാണ്, ലിപ്പ് വെച്ചിട്ട് നമ്മളൊരു സർവീസ് കൊടുക്കുകയാണ് കേട്ടോ, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് പറയാണ്, പക്ഷേ ആക്ച്വലി നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. അതാണ് പേ ലിപ്പ് സർവീസ്, ലിപ്പ് വെച്ചിട്ട് സർവീസ് കൊടുക്കുക. ഓക്കെ, അടുത്ത് ഓഫ് ആൻഡ് ഓൺ. ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ആണ്, വല്ലപ്പോഴും. ഓക്കെ, അപ്പോൾ വല്ലപ്പോഴും ഓഫ് ആവും എന്നിട്ട് ഓൺ ആവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഒക്കേഷണലി ആണ് ഓഫ് ആൻഡ് ഓൺ. ഇപ്പോൾ നമ്മളെന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ഒക്കേഷണലിയൊക്കെ ചിലർ മദ്യപിക്കാറൊക്കെ ഉണ്ട് അല്ലേ, അങ്ങനെ ഒക്കേഷണലി ഓഫ് ആവും, അതിനുശേഷം ഓൺ ആവുമെന്ന് ആലോചിക്കുക കേട്ടോ. ഓഫ് ആൻഡ് ഓൺ കിട്ടിയല്ലോ, ഒക്കേഷണലി. അടുത്ത് നോക്കാം, ടുക്ക് ടു ഹിസ് ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്താ? റാൻ ഓഫ് ആണ്. എന്താണ്? റാൻ ഓഫ്, ഓടിപ്പോവാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ടുക്ക് ടു ഹിസ് ഹീൽസ്. ഹീൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെരുപ്പമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൂടെ, നമ്മുടെ കാലും ചെരുപ്പമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൂടെ, അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. ടുക്ക് ടു ഹിസ് ഹീൽസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ റാൻ ഓഫ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം, ഹാവ് യുവർ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് യുവർ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു എന്ന് പറഞ്ഞാൽ ടു ഡു 2 ഗുഡ് തിങ്സ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ആർ ഇമ്പോസിബിൾ ടു ബി ഡൺ. മനസ്സിലായോ? അതായത് ഒരേ സമയം 2 നല്ല കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ ആ 2 കാര്യങ്ങൾ ചെയ്യാൻ ഇമ്പോസിബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്നുകൂടെ വായിക്കാം. ഹാവ് യുവർ കേക്ക്. ഹാവ് യുവർ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കേക്ക് കഴിക്കുക അല്ലേ. അതിനുശേഷം
വീണ്ടും കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഈറ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രണ്ടും നല്ല കാര്യങ്ങളാണ്. രണ്ടും ഒരേ സമയം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് കേട്ടോ. അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. കിട്ടിയോ? അപ്പോൾ നമ്മൾ പഠിച്ച വേഗം നോക്കാം. ലൈക്ക് എ ഫിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിൾ ആണ്. പേ ലിപ്പ് സർവീസ്, ലിപ്പ് വെച്ചിട്ടുള്ള സർവീസ് മാത്രമാണ് കേട്ടോ. ദാറ്റ് മീൻസ് സേ യു സപ്പോർട്ട് സംതിങ് വിത്തൗട്ട് ഷോയിങ് സപ്പോർട്ട്. ഓക്കെ. ഓഫ് ആൻഡ് ഓൺ, ഇടയ്ക്ക് ഓഫ് ആവും പിന്നെ ഓൺ ആവും. ഒക്കേഷണലി ആണ് കേട്ടോ. ടുക്ക് ടു ഹിസ് ഹീൽസ്, ഹീൽസ് ആണ് എന്ന് പറഞ്ഞാൽ ലെഗുമായിട്ട് ആലോചിക്കാം. അപ്പോൾ റാൻ ഓഫ് കിട്ടും കേട്ടോ. ഹാവ് യുവർ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു, ഇറ്റ് മീൻസ് ഹാവ് ഇറ്റ് ബോത്ത് വേസ്. കിട്ടിയല്ലോ. അടുത്ത് നോക്കാം. കട്ട് ഓഫ് എ കോർണർ, ഇമ്പോർട്ടൻ്റ് ആണ്. കട്ട് ഓഫ് എ കോർണർ എന്ന് പറഞ്ഞാൽ ടു ഡു സംതിങ് ഇൻ ദി ഈസിയസ്റ്റ്, ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് വേ, അതാണ് കട്ട് ഓഫ് എ കോർണർ. ഓക്കെ. ഇപ്പം നമ്മളൊരു പേപ്പറിൻ്റെ കോർണർ കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ, ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം കോർണർ മാത്രം നമുക്ക് വെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ചീപ്പസ്റ്റ് ആണ്, ഫാസ്റ്റസ്റ്റ് ആണ്, അതുപോലെ തന്നെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റും, ഈസിയസ്റ്റ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. കട്ട് ഓഫ് എ കോർണർ ഇറ്റ് മീൻസ് ടു ഡു സംതിങ് ഇൻ ദി ഈസിയസ്റ്റ്, ചീപ്പസ്റ്റ് ഓർ ഫാസ്റ്റസ്റ്റ് വേ. അടുത്തത് കീപ്പ് എ സ്ട്രെയിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? കീപ്പ് എ സ്ട്രെയിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ടു നോട്ട് സ്മൈൽ ഓർ ലാഫ്, സ്മൈൽ ചെയ്യാണ്ട് അല്ലെങ്കിൽ ചിരിക്കാണ്ട് ഫേസൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക കേട്ടോ. അതാണ് കീപ്പ് എ സ്ട്രെയിറ്റ് ഫേസ്. എന്താണ്? നോട്ട് ടു സ്മൈൽ ഓർ ലാഫ്. അടുത്ത് നോക്കാം. ബിറ്റൺ ഓഫ് മോർ ദാൻ ഹി ക്യാൻ ച്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടു ട്രൈ ടു ഡു ടു മച്ച്, അതായത് ടു ട്രൈ ടു ഡു സംതിങ് ദാറ്റ് ഇസ് ടു ഡിഫിക്കൾട്ട് ഫോർ യു. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, അതിനെയാണ് നമ്മൾ പറയുന്നത് ബിറ്റൺ ഓഫ് മോർ ദാൻ ഹി ക്യാൻ ച്യൂ. സിമ്പിളായിട്ട് ആലോചിക്കാം. ഇവിടെ നോക്കിയേ, മോർ ദാൻ ഹി ക്യാൻ ച്യൂ, അവന് ച്യൂ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ, അവന് ചവയ്ക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അവൻ കടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ, ബൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മീനിങ് എന്താ? അവന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അവൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. ടു ട്രൈ ടു ഡു സംതിങ് ദാറ്റ് ഇസ് ടു ഡിഫിക്കൾട്ട് ഫോർ യു. കിട്ടിയോ? അടുത്തത് നോക്കാം. ഓൺ ഇറ്റ്സ് ലാസ്റ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എബൌട്ട് ടു പെറിഷ്, നശിക്കാൻ പോകുന്നേക്കാളും മുമ്പ്, ലാസ്റ്റായിട്ട് കാലുകുത്തി എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഓൺ ഇറ്റ്സ് ലാസ്റ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ എബൌട്ട് ടു പെറിഷ്. പെറിഷ് എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്തത് വൈപ്പ് ദി നോസ്. വൈപ്പ് ദി നോസ് എന്ന് പറഞ്ഞാൽ ചീറ്റഡ് ആണ്, കബളിപ്പിക്കുക, പറ്റിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വൈപ്പ് ദി നോസ്. ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പം നമ്മളെ പറ്റിച്ചിട്ട് അവർക്കും വിഷമമുള്ളതായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ച് മൂക്കൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് മൂക്കൊക്കെ ഇങ്ങനെ ചീറ്റി അങ്ങനെയൊക്കെ പോണതായിട്ടൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ വൈപ്പ് ദി നോസ് എന്ന് പറഞ്ഞാൽ നോസ് വൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കിട്ടുന്നുണ്ടോ? അടുത്ത് നോക്കാം. ടു ഹാവ് എ ബാഷറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹാവ് എ ബാഷറ്റ് എന്ന് പറഞ്ഞാൽ ടു അറ്റംപ്റ്റ് സംതിങ് ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടൊരു കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പറയുന്നത് ടു ഹാവ് എ ബാഷറ്റ്. ഓക്കെ. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ ആദ്യമായിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്, അതായിട്ടൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ ബാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. ടു ഹാവ് എ ബാഷറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ഭാഷ നമ്മൾ സംസാരിക്കാൻ നോക്കുക. ടു അറ്റംപ്റ്റ് സംതിങ് ഫോർ ദി ഫസ്റ്റ് ടൈം, അങ്ങനെ വെറുതെ കണക്ട് ചെയ്യാനാട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നും കൂടെ ഒന്ന് പറയാം. കട്ട് ഓഫ് എ കോർണർ. കോർണർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട്, ചീപ്പസ്റ്റ് ആയിട്ട്, ഫാസ്റ്റസ്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുക അല്ലേ. കീപ്പ് എ സ്ട്രെയിറ്റ് ഫേസ്, ഫേസ് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക, നോട്ട് ടു സ്മൈൽ ഓർ ലാഫ്. നെക്സ്റ്റ് ഇസ് ബിറ്റൺ ഓഫ് മോർ ദാൻ ഹി ക്യാൻ ച്യൂ എന്ന് പറഞ്ഞാൽ അവന് ച്യൂ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവൻ ബൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടു ട്രൈ ടു ഡു സംതിങ് വിച്ച് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഓൺ ഇറ്റ്സ് ലാസ്റ്റ് ലെഗ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ കാലൂത്തലാണ് അല്ലേ, എബൌട്ട് ടു പെറിഷ് ആണ്. നെക്സ്റ്റ് ഇസ് വൈപ്പ് ദി നോസ്. നോസ് വൈപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ച് നമ്മളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ മൂക്കൊക്കെ ഇങ്ങനെ ചീറ്റി പോയതായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ടു ഹാവ് എ ബാഷറ്റ്, നമ്മുടെ ഭാഷ ആദ്യമായിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ടു അറ്റംപ്റ്റ് സംതിങ് ഫോർ ദി ഫസ്റ്റ് ടൈം. അടുത്ത് നോക്കാം. ടു ബെയർ എവേ ദി പാം എന്ന് പറഞ്ഞാൽ എന്താ? ടു വിന്നാണ് അല്ലേ, ജയിക്കുക എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും കൈയൊക്കെ തരില്ലേ, അങ്ങനെ നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ. ടു ബെയർ എവേ ദി പാം, പാം തരാണ് നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ. ഓക്കെ. സോ ടു ബെയർ എവേ ദി പാം എന്ന് പറഞ്ഞാൽ ടു വിന്നാണ് കേട്ടോ. അടുത്തത് ബിൽ ആൻഡ് കൂ എന്ന് പറഞ്ഞാൽ ബിഹേവ് ഓർ ടോക്ക് ഇൻ എ വെരി ലവിങ് ഓർ സെൻറ്റിമെൻ്റൽ വേ ആണ് ബിൽ ആൻഡ് കൂ. എന്താണ് ബിൽ ആൻഡ് കൂ എന്ന് പറഞ്ഞാൽ? ബിഹേവ് ഓർ ടോക്ക് ഇൻ എ വെരി ലവിങ് ഓർ സെൻറ്റിമെൻ്റൽ വേ. സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ. നമുക്കിപ്പോൾ ഒരു ബില്ല് കിട്ടിയെന്ന് ആലോചിച്ചോ. ഇപ്പം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നമുക്കൊരു ബില്ല് കിട്ടി. ബില്ല് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ പറയും ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നീ പേ ചെയ്തോ. നമ്മൾ ഭയങ്കര ലവിങ് ആയിട്ടും ഭയങ്കര സെൻറ്റിമെൻ്റലും ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കാണിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ബിൽ ആൻഡ് കൂ എന്ന് പറഞ്ഞാൽ ബിഹേവ് ഓർ ടോക്ക് ഇൻ എ വെരി ലവിങ് ഓർ സെൻറ്റിമെൻ്റൽ വേ. ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ലവിങ്ങും ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിരിക്കും എന്ന് കണക്ട് ചെയ്യാം കേട്ടോ.
അടുത്തത് ഡോഗ് ഇൻ എ മാഞ്ചർ. ഡോഗ് ഇൻ എ മാഞ്ചർ എന്ന് പറഞ്ഞാൽ എ സെൽഫിഷ് പേഴ്സൺ, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, മറ്റുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കാണ്ട് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ഡോഗ് ഇൻ എ മാഞ്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, തൊഴുത്താണ്. അപ്പോൾ അതേപോലെ ഒരു തൊഴുത്തിൽ ഡോഗ് പോയി കഴിഞ്ഞാൽ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. ഡോഗ് ഇൻ എ മാഞ്ചർ ഇറ്റ് മീൻസ് എ സെൽഫിഷ് പേഴ്സൺ. അടുത്തത് ഫോളോ വൺസ് നോസ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ഗോ സ്ട്രെയിറ്റ് എഹെഡ്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുക എന്നുള്ളൊരു മീനിങ് ആണ് ഫോളോ വൺസ് നോസ്. നമ്മുടെ നോസൊക്കെ ഇരിക്കുന്ന പോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. സോ ഫോളോ വൺസ് നോസ് ഇറ്റ് മീൻസ് ടു ഗോ സ്ട്രെയിറ്റ് എഹെഡ്. ലാസ്റ്റ് വണ്ണാണ് ബ്രിങ് ഡൗൺ ദി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, അമ്യൂസ് ദി ഓഡിയൻസ് ഗ്രേറ്റ്ലി, ഓഡിയൻസിനെ നന്നായിട്ട് സന്തോഷിപ്പിക്കുക, അവരെ ഭയങ്കര ഹാപ്പി ആക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ടു മേക്ക് എവ്രി വൺ ചിയർ. ഓക്കെ, ബ്രിങ് ഡൗൺ ദി ഹൗസ്. ഹൗസ് തല കുത്തനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സന്തോഷമാക്കി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അത്രയും നമ്മൾ വേഗം ഒന്ന് പറയുകയാണ്. ടു ബെയർ എവേ ദി പാം എന്ന് പറഞ്ഞാൽ എന്താ, ടു വിൻ, നമ്മൾ ജയിക്കുമ്പോഴാണ് നമുക്ക് കൈ തരുന്നത് അല്ലേ, പാം തരുന്നതെന്ന് ആലോചിക്കാം. ബിൽ ആൻഡ് കോ എന്ന് പറഞ്ഞാൽ ബിഹേവ് ഓർ ടോക്ക് ഇൻ എ ലവിങ് ഓർ സെൻറ്റിമെൻറ്റൽ വേ. ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹവും ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അടുത്ത് ഡോഗ് ഇൻ എ മാഞ്ചർ എന്ന് പറഞ്ഞാൽ സെൽഫിഷ് പേഴ്സൺ ആണ്. നെക്സ്റ്റ് ഇസ് ഫോളോ വൺസ് നോസ്. നോസ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു നോസ് അല്ലേ, ടു ഗോ സ്ട്രെയിറ്റ് എഹെഡ് ആണ്. ബ്രിങ് ഡൗൺ ദി ഹൗസ്, ഹൗസ് തലകുത്തിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭയങ്കര സന്തോഷമാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അമ്യൂസ് ദി ഓഡിയൻസ് ഗ്രേറ്റ്ലി, അല്ലെങ്കിൽ ടു മേക്ക് എവ്രി വൺ ചിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം കേട്ടോ, കട്ട് ഓഫ് എ കോർണർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പഠിപ്പിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുതലാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.